ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ്. അപ്പോൾ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. എപ്പോഴാണോ നിങ്ങൾ ഇവരുടെ ലൈഫിൽ വന്നത്, ഇവരുടെ ലൈഫിൽ ഒരു ചേഞ്ചസ് വന്നു. അതായത് നിങ്ങളുടെ ആ ഒരു അൺകണ്ടീഷണൽ ലവ് കാരണം നിങ്ങൾ ഇവരുടെ ലൈഫിൽ പല മാറ്റങ്ങളും വരുത്തി. എന്തോ ഒരു ചേഞ്ചസ് ഇവരുടെ ലൈഫിൽ വന്നു തുടങ്ങി. നിങ്ങൾ ഇവരുടെ ലൈഫിൽ വന്നതിന് ശേഷം ഇതാണ് ഫസ്റ്റ് മെസ്സേജ്. ഇവർ എപ്പോഴൊക്കെ വിഷമിക്കുന്നുവോ, പ്രതിസന്ധി ഘട്ടങ്ങൾ നേരിടുന്നുവോ, അപ്പോഴെല്ലാം നിങ്ങൾ മാത്രമാണ് ഇവരെ സപ്പോർട്ട് ചെയ്തത്. അതായത് നിങ്ങൾ ഒരാളാണ് ഇവരെ സപ്പോർട്ട് ചെയ്തത്. നിങ്ങളുടെ ആ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള സപ്പോർട്ട് കൊണ്ടാണ് ഇവർക്ക് അത് കഴിഞ്ഞത്. ചില സമയം നിങ്ങൾ ഒരു ഗുരുവിനെ പോലെ ഇവരെ ഗൈഡ് ചെയ്യുന്നു. ചില സമയം നിങ്ങൾ ഇവരെ ഒരു പേരൻസിനെ പോലെ ഗൈഡ് ചെയ്യുന്നു. അതായത് നിങ്ങൾ പോകുന്ന മാർഗം തെറ്റാണ്, ഈ മാർഗത്തിൽ കൂടെ പോകരുത്, അങ്ങനെയൊക്കെ നിങ്ങൾ ഓരോ കാര്യങ്ങളിലും ഇവർക്കൊരു ഗൈഡൻസ് കൊടുക്കുന്നു. കൂടാതെ ഇവരെ ഭയങ്കരമായിട്ട് കെയറിങ്ങും ചെയ്യുന്നു. നിങ്ങളാണ് ഇവരുടെ ജീവിതത്തെ വളരെ നല്ല രീതിയിൽ മാറ്റിയത് എന്നാണ് ഇവർക്ക് തോന്നുന്നത്. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ബന്ധത്തെ മുന്നോട്ട് അവർക്ക് കണ്ടിന്യൂ ചെയ്യുവാൻ സാധിക്കത്തില്ല എന്നുള്ള ആ ഒരു മെസ്സേജാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ബന്ധം അവസാനിക്കും എന്നുള്ള ആ ഒരു വൈബ്സാണ് ചില ആൾക്കാരുടെ പേഴ്സണിൻ്റെ മെസ്സേജായിട്ട് ഇവിടെ കാണുന്നത്. ഇവിടെ ആരുടെയൊക്കെ പേഴ്സണാണോ ഇവിടെ ബന്ധം അവസാനിപ്പിക്കാമെന്ന് പറയുന്നത്, അവിടെ മെയിനായിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു സൈഡ് നിങ്ങളും ഒരു സൈഡ് തേർഡ് പാർട്ടി സിറ്റുവേഷനുമാണ്. ഇവർക്ക് മാക്സിമം ശ്രമിച്ചിട്ടും ഈ ഒരു ബന്ധത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇവർക്ക് തന്നെ മനസ്സിൽ തോന്നുകയാണ്, ഇനി എന്നും ശ്രമിച്ചിട്ടും കാര്യമില്ല, ഒരു മാറ്റവും കൊണ്ടുവരുവാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല, അപ്പോൾ ഈ ഒരു ബന്ധം അവസാനിപ്പിക്കുക, അതാണ് ഏക വഴി എന്ന് ഇവർക്ക് തോന്നുകയാണ്. ഈ ഒരു റീഡിംഗ് കണ്ടതിന് ശേഷം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഈ രീതിയിൽ സംസാരിക്കുകയാണ് എങ്കിൽ മാത്രമേ ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുകയുള്ളൂ. ഇനി നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട്. കാരണം എപ്പോഴൊക്കെ നിങ്ങളിൽ നിന്ന് അകന്നു പോകുവാൻ ശ്രമിക്കുന്നുവോ അപ്പോഴെല്ലാം ഒരു മാഗ്നറ്റിനെ പോലെ അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരികയാണ്. ഒരു കാന്തം ഒരു ഇരുമ്പിനെ അട്രാക്റ്റ് ചെയ്യും പോലെയാണ് നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ദൂരെ പോവാൻ ശ്രമിക്കുമ്പോഴെല്ലാം ഡബിൾ സ്പീഡിൽ അവർ തിരികെ വരികയാണ് ചെയ്യുന്നത്. ഇവിടെ ഇവർക്ക് തോന്നുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ എന്തോ ഒരു കാര്യമുണ്ട്, അത് കാരണമാണ് ഇവർക്ക് നിങ്ങളിൽ നിന്ന് ദൂരെ പോവാൻ പറ്റാത്തത്. ഒരു മാഗ്നറ്റ് പോലെ നിങ്ങളെ തമ്മിൽ ഒട്ടിപ്പിക്കുന്ന എന്തോ ഒരു ഇടയിൽ എന്തോ ഒരു കാര്യമുണ്ട്, അത് കാരണമാണ് ഇവർക്ക് നിങ്ങളിൽ നിന്ന് അകന്നു പോകാൻ സാധിക്കാത്തത് എന്നാണ് ഇവർക്ക് തോന്നുന്നത്. ഇവർ ആഗ്രഹിച്ചാൽ പോലും നിങ്ങളിൽ നിന്ന് ദൂരെ പോകുവാൻ സാധിക്കയില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് മെസ്സേജ്, ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അത് മോശമായ രീതിയിൽ വിചാരിക്കരുത്. കാരണം ഇവർ ഏതോ സിറ്റുവേഷനിൽ വളരെ മോശമായ അവസ്ഥയിൽ ട്രാപ്ഡ് ആയിട്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ഇവരോട് സംസാരിക്കാൻ പറ്റാതെ വിഷമിക്കുന്നത് പോലെ അവരും അതേ സെയിം അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ കുറച്ച് സമയം എടുത്താലും നിങ്ങളുടെ പേഴ്സൺ ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരുന്നതാണ്. നിങ്ങൾ ഒരിക്കലും ഇവരുടെ ഉള്ള ഒരു വിശ്വാസം ഒരിക്കലും കളയുവാൻ പാടില്ല എന്നാണ് ഇവിടെ ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്. ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്, അതായത് ഇവർ ഡ്രിങ്ക് ചെയ്യുമ്പോഴോ സ്മോക്ക് ചെയ്യുമ്പോഴോ ഒക്കെ ആകുമ്പോൾ നിങ്ങളോട് വളരെ സ്നേഹത്തിൽ സംസാരിക്കുന്നു. അതിൻ്റെ ആ ഒരു ലഹരി കഴിയുമ്പോൾ സഡനായിട്ട് ഇവർ പെട്ടെന്ന് നിങ്ങളോട് ദേഷ്യപ്പെടുന്നു. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നു ഇവർ സ്നേഹത്തിൽ സംസാരിക്കുമ്പോൾ അത് ഡ്രിങ്ക്സ് കുടിക്കുമ്പോഴാണ് ഇവർ അങ്ങനെ സംസാരിക്കുന്നത്, അതില്ല എങ്കിൽ ഇവർ എന്നോട് ദേഷ്യപ്പെടുന്നു എന്ന്. ചില സമയം ഇവർ ഫോണിൽ കൂടെ വളരെയധികം മോശമായ രീതിയിലായിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത്, ചീത്ത പറയുക, മിസ്ബിഹേവ് ചെയ്യുക നിങ്ങളോട്. ഇവർ വൾഗർ രീതിയിൽ എന്തെങ്കിലും മെസ്സേജ് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫീലാകും ഇത് എൻ്റെ പേഴ്സൺ അല്ല, എൻ്റെ പേഴ്സൺ ഒരിക്കലും ഇങ്ങനെ ചെയ്യത്തില്ല എന്ന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇവർ എന്തോ ഒരു ലഹരി വസ്തുവിൽ അടിമപ്പെടുമ്പോഴാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നും. ഇല്ല എങ്കിൽ സഡനായിട്ട് നിങ്ങളോട് പറയുകയാണ്, ഇപ്പോൾ എനിക്ക് വീഡിയോ കോൾ ചെയ്യണം, നിങ്ങളെ കാണണം എന്ന്, അങ്ങനെയൊക്കെ ഡിമാൻഡ് ചെയ്യുക.
അപ്പോൾ എന്തെങ്കിലും അഡിക്ഷൻ്റെ രീതിയിൽ നിങ്ങളെ കോളോ മെസ്സേജോ ചെയ്യുകയാണ്, നിങ്ങളെ ടോക്സിക് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളോട് സംസാരിക്കുകയാണ്, എന്തെങ്കിലും ഡിമാൻഡ് വയ്ക്കുകയാണ് നിങ്ങളോട്, അങ്ങനെയൊക്കെ ഉള്ള സമയം നിങ്ങൾ ഇവരിൽ നിന്ന് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം ആ സമയം ഇവരുടെ ആ ഉള്ളിൽ ആ ലഹരിയാണ് ഇവരെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ഡിസ്റ്റൻസ് വയ്ക്കുക. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഒത്തിരി അട്രാക്റ്റഡ് ആയിട്ടാണ് ഉള്ളത് എന്നാണ്. അതായത് നിങ്ങളുടെ ഓറ, നിങ്ങളുടെ കോൺഫിഡൻറ്റ്, ഇതിലെല്ലാം ഒത്തിരി അട്രാക്റ്റഡ് ആണ് ഇവർ ഉള്ളത്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ക്രിയേറ്റീവായിട്ടുള്ള മൈൻഡ് അതിവരെ ഭയങ്കരമായിട്ട് ആകർഷിക്കുന്നു നിങ്ങളിലോട്ട്. ചിലപ്പോൾ ഇവർ നിങ്ങളുടെ കൂടെ ബിസിനസ് ചെയ്യുവാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഓഫർ തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ. ഇല്ല എങ്കിൽ ഇവരുടെ ലൈഫിൽ ഇവർ ക്രിയേറ്റീവായിട്ട് എന്താണോ ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ നിങ്ങളുടെ കൂടെ നടത്തുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ മെസ്സേജ്. ഇതിൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആയത് മാത്രം നിങ്ങൾ എടുക്കുക, ബാക്കിയുള്ളത് വിട്ട് കളയുക, അത് മറ്റൊരാളുടേതായിരിക്കും. അപ്പോൾ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.